ഷിബു ചക്രവർത്തി സാറാണ് നമുക്കപ്പോൾ. ഹായ് സാർ. ഹലോ. സാറ് മുൻപ് കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരുപാട് പാട്ടുകളുണ്ട്. ചിലർക്കൊക്കെ ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടപ്പോഴും ഇതിനെക്കുറിച്ച് സമാധാനമായിട്ട് സംസാരിച്ചുകൂടെ, എന്തിനാണ് ഇത്ര സ്പീഡിന് പോയതെന്നാണ് ചിലരൊക്കെ ചോദിച്ചത്. എന്നുവെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ മാഷുമായിട്ട് ചെയ്ത കണിക്കൊന്നകൾ പൂക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വിഷുവിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ, അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ സാർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ളപ്പോഴും പാടം പൂത്ത കാലം പോലെയുള്ള ഈറൻ മേഘം പൂവും കൊണ്ട് ഇതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. ഇപ്പോഴും ലാലേട്ടൻ്റെ പാട്ടുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പാട്ടുകളാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പല പാട്ടുകളും എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം എന്ന് എഴുതിയ ആൾ തന്നെയാണ് ഇപ്പുറത്ത് വന്നിട്ട് മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻ മാമ്പഴം ഒരുമിച്ച് പങ്കിട്ട ബാല്യം ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഇത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടാലും ആ വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നൊരു പാട്ടാണ്. ഇത്തരം വിഷ്വൽസ് അന്നത് പകർത്തിയിടുമ്പോൾ ഇത്രയും കാലം ആ വിഷ്വൽസ് പേറും, അത് നമ്മളൊക്കെ ഇങ്ങനെ പേറി നടക്കും എന്ന് വിചാരിച്ചിരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് സത്യത്തിൽ സാറിൻ്റെ കുറേ കാലഘട്ടത്തിലെ രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയുള്ള എഴുത്തിൻ്റെ ഒരു തുടർച്ചയും കൂടെയാണ്. ഇത്തരം പാട്ടുകൾ എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാട്ട് എഴുതിയിട്ടുള്ളപ്പോഴും ഇത്തരം പാട്ടുകളുടെ ഒരു സൗകുമാര്യം ഏതൊരു പാട്ട് പോലെ തന്നെ നമ്മളിപ്പം മാമ്പഴത്തെക്കുറിച്ചുള്ള വലിയ കവിതകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാടാൻ പറ്റുന്ന, സാർ ഇത് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോഴും ഈ പാട്ടൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ടൊക്കെ എഴുതുന്ന സമയത്തുള്ള മാനസികാവസ്ഥ ഇന്നത് കേൾക്കുമ്പോൾ സാറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇത്രയും കാലം ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് അപ്ലൈഡ് ആർട്ട് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന. ഇത് കവിതയല്ല, അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാട്ടുകളെ പറ്റി ഓർത്ത് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഇത് ഞാൻ കൊണ്ട് നടക്കുന്നില്ല, ഞങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാളാണ്. ലോകത്തിന്റെ എവിടെ പോയാലും ഏതെങ്കിലും മലയാളികൾ നമ്മളെ ഏതെങ്കിലും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടിൻ്റെ നിലനിൽപ്പോ വിജയമോ ഒന്നും നമ്മളായിട്ട് അങ്ങ് എടുക്കാതിരിക്കുകയാണ് ബുദ്ധി. കാരണം വെച്ചാൽ ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് നാളെ നിലനിൽക്കുമോ ഇല്ലെന്നൊന്നും അവിടെ ഒരു ഫാക്ടർ അല്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷന് അത് സ്യൂട്ടാണോ എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു സന്ദർഭത്തിന് അത് എത്രമാത്രം പൊലിപ്പിക്കുന്നുണ്ട്, അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്തു മാനം തെളിഞ്ഞ കാലം, ഇത് പലപ്പോഴും നമ്മുടെ ഗൾഫിലേക്കുള്ള യാത്രകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ ഇടയിൽ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു, അവരെങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരെ ഏറ്റവും ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളുടെ ഒപ്പം അവരെടുത്തു വെച്ചിരിക്കുന്ന പാട്ടാണ്. ഇത് ഞാൻ എഴുതുമ്പോഴൊന്നും അങ്ങനെ ആവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല. പക്ഷെ ഇന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ അത് എൻ്റെ മിടുക്കല്ല. ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കുന്ന എത്രയും പാട്ടുകളുണ്ട്. എല്ലാ പാട്ടും ഹിറ്റാവാൻ തന്നെയാണ് എഴുതുന്നത്. ആ ഹിറ്റാവുക എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ്റെ കൂടി ഒരു ആവശ്യമാണ്. കാരണം എനിക്കത് ഹിറ്റായാൽ മാത്രമേ ഞാൻ ഡിമാൻഡുള്ള റൈറ്റർ ആവുകയുള്ളൂ, എന്നെ അടുത്ത പടത്തിന് അവർ വിളിക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് പാട്ട് ഹിറ്റാവുക എന്നുള്ളത് പ്രൈമറി ആവശ്യമാണ്. അത് പലപ്പോഴും സംഭവിക്കുകയില്ല എന്നുള്ള മറ്റൊരു കാര്യം. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു പാട്ടിനെ ഹിറ്റാക്കുന്നത്. ഹിറ്റായ പാട്ടുകളെ തന്നെ കാലത്തിനൊപ്പം കൊണ്ടുപോകുന്നത്. കാലാതിവർത്തി എന്നൊന്നും പറഞ്ഞ് ഞാൻ അതിനൊന്നും മഹത്വവൽക്കരിക്കാൻ നിൽക്കുന്നില്ല. എങ്കിലും കുറച്ചു കാലം കൂടുതൽ നിലനിൽക്കുന്നു എന്നുള്ള സിമ്പിളായിട്ടുള്ള വാക്കിൽ പറയുന്നത്, അത് ഈ മനുഷ്യർ കൊണ്ടു നടക്കുന്ന അതിൻ്റെ ഒപ്പം ഇവരുടെ ബാല്യകാല സ്മരണകളോ ഇവരുടെ അനുഭവങ്ങളോ ഒക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ടാണ്. ഞാൻ എഴുതിയത് കൊണ്ട് മാത്രമല്ല അത് നിലനിൽക്കുന്നത്. അവരുടെ ഓരോ ശ്രോതാവിൻ്റെയും ഓരോ പാട്ട് കേൾക്കുന്ന ഒരാളുടെയും അവരുടെ ഇമോഷൻ കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് വെക്കുന്നത് കൊണ്ടിട്ടാണ്. കാരണം
ഇതിനോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എഴുതിയേക്കുന്ന പല പാട്ടുകളും ആൾക്കാർ എടുത്തു വെക്കാത്ത പാട്ടുകളും ഉണ്ടാവും. പക്ഷെ ഇത് എടുത്തു വെച്ചേക്കുന്നത് അവരുടെ ഓർമ്മകളുടെ ഒപ്പമാണ്. അതുകൊണ്ടിട്ട് അതിന്റെ പാതി ക്രെഡിറ്റ് ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് തന്നെ ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇല്ലേ? അതെ. ഇപ്പോൾ കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിക്കമ്മലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈനീട്ടം എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു വരികളുടെ ഒരു രസമുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ തന്നെ പാടുകയുള്ളൂ. അതിനൊരു മ്യൂസിക്കൽ വരികളാണ്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിക്കമ്മലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈനീട്ടം എന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻ ഉണ്ട്, ആ ഒരു താളമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് അത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടാവുമ്പോഴും അതിൽ കുറേ വരികളുടെ സൗകുമാര്യം കൊണ്ട് അത് ശരിക്കും ഷിബു ചക്രവർത്തിയുടേത് കൂടിയാണ്. പാടുന്നത് ചിത്രചേച്ചി പാടുമ്പോൾ അത് ചിത്രചേച്ചിയുടെ പാട്ടും ആവും. ഇതെല്ലാം കൂടെ മിക്സായാണ്. ഇത് അപ്ലൈഡ് ആർട്ട് എന്ന് സാർ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വേണമല്ലോ. അത് അപ്ലൈഡ് ആർട്ടിലും അത് ആവശ്യമാണ്. കാരണം അതിൽ ആർട്ട് ഉണ്ടല്ലോ. പക്ഷെ അത് എന്തിനു ഉപയോഗിക്കുന്നിടത്താണ് അതിന്റെ പർപ്പസ് മാറുന്നത്. ഇതിപ്പോ ഞാൻ ഒരു കടലാസിൽ എഴുതി ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് ചിലപ്പോൾ കവിതയാവും. പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ്, അതിൽ കുറച്ച് കലയുടെ അംശം ഉണ്ടെങ്കിൽ പോലും ബേസിക്കലി വ്യവസായ സിനിമയുടെ ഒപ്പം മാത്രം സഞ്ചരിച്ച വളരെ കുറച്ച് അഭയം പോലെയുള്ള ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയ ചില ഫിലിംസിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ പക്ക കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒപ്പമാണ്. അപ്പൊ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിജയം എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറിലാണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന, ആ കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന അതിനൊപ്പം എഴുതുക എന്നുള്ളതാണ്. അത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ടാവാം. സാർ, ഇപ്പോൾ ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴി പൂട്ടുമ്പോൾ പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ. അപ്പോൾ ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ, അത് തിരി എന്താണെന്ന് നമുക്കറിയാം. ഗ്രാമം മിഴി പൂട്ടുമ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് എളുപ്പത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരുപാട് കവികൾ ഇത് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോഴും പുതുമ തേടുമ്പോൾ ഇതിൻ്റെ ഒരു ആവർത്തന വിരസത വരാൻ പാടില്ല. അപ്പം ഉള്ളിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാവും വേണം, വേറൊന്നും കോപ്പി അടിക്കാൻ പറ്റില്ല. ആ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഒരുപാട് കാലമായിട്ട് ഗാനരചയിതാക്കൾ തുടരുന്നതാണ്. അത് ഷിബുചേട്ടന് എഴുതുമ്പോൾ എൻ്റേതായി മാറണമെന്ന് ഒരു വിചാരം മനസ്സിനകത്ത് ഉണ്ടാവും. എവിടെന്നെങ്കിലും എൻ്റേതായിരിക്കണം ഈ ഭാവന എന്നുള്ളൊരു വിചാരം വരുമല്ലോ. ഈ പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ കിട്ടുമ്പോഴാണല്ലോ രസം. ചിലതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. ഈ അപ്ലൈഡ് ആർട്ട് എന്ന് സാർ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്ന അവിടെയാണ്. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും വരുമോ? വന്നാ ഭാഗ്യം. യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള മനോജ് കുരൂര് ഇപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ അവതാരികയിൽ മനോജ് പറഞ്ഞു, കറുകവയൽ കുരുവി എന്ന് പ്രയോഗിക്കുന്നിടത്ത് ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ എഴുത്തിൽ പല കവികളുടെയും പലപ്പോഴും മനോജ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സൂത്രപ്പണി ആവശ്യമുള്ളൂ പാട്ടെഴുതാൻ. കാരണം വെച്ചാൽ രൂപം മാറിയും മേക്കപ്പ് മാറിയൊക്കെ പല കവിതകളും സിനിമ പാട്ടായിട്ട് വരാറുണ്ട്. ഷിബുവിൽ അത് അധികം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു കഴിവ് കേടാണ്, അല്ലാതെ കഴിവല്ല. കാരണം വെച്ചാല് ഞാൻ അങ്ങനെ ഏതെങ്കിലും പഴയ കവികളെ ഓർത്തിരിക്കുകയോ അങ്ങനെ ഒരു കാവ്യ സംസ്കാരം കൊണ്ടു നടക്കുകയൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല.